യേശുക്രിസ്തുവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, ശക്തനായ അവനോടൊപ്പം നിൽക്കൂ. ഒരു മനുഷ്യൻ ജനക്കൂട്ടത്തിന് നടുവിൽ നിൽക്കുന്നു. വർഷങ്ങളായി അവൻ്റെ വാക്കുകളെ വരിഞ്ഞു മുറുക്കിയിരുന്ന ഇരുട്ടെന്നൊരു ശക്തി അവനെ ഊമയാക്കി മാറ്റിയിരുന്നു. നിശബ്ദതയായിരുന്നു അവൻ്റെ തടവറ. അപ്പോഴാണ് യേശു അവിടേക്ക് കടന്നു വരുന്നത്. ഒരൊറ്റ വാക്ക്, അതുകൊണ്ട് ആ ഇരുണ്ട ശക്തി തകർന്നു തരിപ്പണമായി. ഭാരമേറിയ ചങ്ങലകൾ നിലത്ത് വീണു. ആ മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ ആദ്യമായി സംസാരിച്ചു തുടങ്ങി. ജനക്കൂട്ടം ഒരുപോലെ ഞെട്ടിവിറച്ചു. അവർ അത്ഭുതത്തോടെ സ്തംഭിച്ചു പോയി. എന്നാൽ വിസ്മയത്തോടെ കാൽക്കൽ വീണ് ആരാധിക്കുന്നതിന് പകരം, സന്തോഷാധിക്യത്താൽ കണ്ണീർ പൊഴിക്കുന്നതിന് പകരം സംശയാലുക്കളായ ആ മനുഷ്യർ പിന്നോട്ട് വലിഞ്ഞു. അവർ കൈകൾ കെട്ടിപ്പിടിച്ച് പ്രകാശത്തിലേക്ക് നോക്കി അസംബന്ധമായ ആ വാക്കുകൾ പിറുപിറുത്തു. ഇവൻ പിശാചിന്റെ ശക്തി കൊണ്ടാണ് ഇത് ചെയ്യുന്നത്. ഇത് ശ്രദ്ധയോടെ കേൾക്കൂ. അവിശ്വാസമെന്ന വെറും ഒരു തെളിവ് കുറവല്ല, മറിച്ച് മാറ്റങ്ങളിൽ നിന്ന് നമ്മെ തന്നെ രക്ഷിക്കുവാൻ മനുഷ്യഹൃദയം പണിതുയർത്തിയ ഒരു കോട്ടയാണ്. രൂപാന്തരപ്പെടുവാനുള്ള ഭയം കൊണ്ട് മനുഷ്യൻ്റെ മനസ്സ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നോക്കൂ. നമ്മുടെ നിയന്ത്രണത്തിലല്ലാത്ത, നമ്മുടെ സാമാന്യ ബുദ്ധിക്ക് അതീതമായ, പരിശുദ്ധവും ദൈവികമായ എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ ആദ്യത്തെ പ്രതികരണം അതിനെ പ്രതിരോധിക്കുക എന്നതാണ്. അപ്പോൾ നാം വെളിച്ചത്തെ ഇരുട്ടെന്ന് നമ്മൾ വിളിക്കും. ആ പഴയ അവസ്ഥ തന്നെ നിലനിർത്തുവാൻ നമ്മൾ 1000 കാരണങ്ങൾ കണ്ടെത്തുന്നു. ഇതൊരു യാദൃശ്ചികത മാത്രമാണ്. ഇത് വിശ്വസിക്കാൻ കഴിയാത്തതാണ്. ഇത് എത്രമാത്രം വിഡ്ഢിത്തമാണെന്ന് നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടോ? ഏറ്റവും ശാന്തമായ അത്യന്തം ജ്ഞാനത്തോടെ യേശു ചൂണ്ടിക്കാണിക്കുന്നു. ഭിന്നിച്ചു നിൽക്കുന്ന ഒരു രാജ്യം നിലനിൽക്കുകയില്ല. പിന്നെ ഇരുട്ടിൻ്റെ പ്രഭു എങ്ങനെയാണ് ഒരു മനുഷ്യനെ നിശബ്ദതയുടെ തടവറയിൽ നിന്ന് മോചിപ്പിക്കുക? അതിൽ ഒരു യുക്തിയുമില്ല. കീഴടങ്ങാൻ മനസ്സില്ലാത്ത ഒരു മനസ്സിൻ്റെ വെപ്രാളം മാത്രമാണിത്. ദൈവത്തിൻ്റെ പ്രവൃത്തി വ്യക്തമായി കണ്ടിട്ടും കാണാതെ നടക്കുമ്പോൾ നമ്മൾ സ്വതന്ത്രരാകുകയല്ല ചെയ്യുന്നത്, മറിച്ച് നമ്മുടെ സ്വന്തം ആശയക്കുഴപ്പങ്ങളുടെ ശില്പികളായി നമ്മൾ മാറുന്നു. ദൈവത്തിൻ്റെ കണ്ണഞ്ചിക്കുന്ന വെളിച്ചത്തേക്കാൾ സുരക്ഷിതം പരിചിതമായ ആ ഇരുട്ടാണെന്ന് കരുതി നമ്മൾ ബഹളവും അജാരകത്വവും സ്വയം തിരഞ്ഞെടുക്കുന്നു. യേശു അവരോട് ദേഷ്യപ്പെട്ടില്ല, അവരെ ഒതുക്കിക്കളഞ്ഞതുമില്ല. പകരം അവൻ സത്യത്തിൻ്റെ കണ്ണു തുറപ്പിക്കുന്ന ആ ചിത്രം അവരുടെ മുമ്പിൽ വെച്ചു. ഒരു ശക്തനായ മനുഷ്യൻ ആയുധധാരികളായി തൻ്റെ വീട് കാവൽ നിൽക്കുമ്പോൾ അവൻ്റെ വസ്തുക്കൾ സുരക്ഷിതമായിരിക്കും. എന്നാൽ അവനേക്കാൾ ശക്തനായ മറ്റൊരുവൻ വന്ന് അവനെ കീഴ്പ്പെടുത്തി ആയുധങ്ങളെല്ലാം പിടിച്ചെടുത്ത് കൊള്ള മുതൽ പങ്കിടുന്നു. സഭയെ, വിശ്വാസികളെ ഇത് ആത്മാവിലേക്ക് ഏറ്റെടുക്കൂ. ആ ശക്തനായവൻ ഇവിടെയുണ്ട്. നിങ്ങളെ നിശബ്ദതയുടെ ചങ്ങലകളാൽ ബന്ധിച്ചിരിക്കുന്ന ശക്തി ഏതായാലും ശരി, ഭയമോ സംശയമോ കയ്പോ നിങ്ങളുടെ ആത്മാവിനെ തളർത്തിയിട്ടുണ്ടെങ്കിൽ ഓർക്കുക, അതൊരു താൽക്കാലിക ഭവനത്തിന് കാവൽ നിൽക്കുന്ന സാധാരണക്കാരനായ ഒരു ശക്തൻ മാത്രമാണ്. യേശു നിങ്ങളുടെ ജീവിത കഥയിലേക്ക് കടന്നു വരുമ്പോൾ ആ പഴയ ചങ്ങലകൾ തകർന്നു വീഴും. ദൈവത്തിൻ്റെ വിരൽ നിങ്ങളുടെ ജീവിതത്തെ സ്പർശിക്കുമ്പോൾ ദൈവരാജ്യം നിങ്ങളുടെ എല്ലാ കുഴപ്പങ്ങളുടെയും നടുവിലേക്ക് നേരിട്ടിറങ്ങി വരും. ഇന്ന് നിഷ്പക്ഷമായി നിൽക്കുവാൻ ഒരിടവുമില്ല. ഒരു വേലിക്കെട്ടിലിരുന്ന് കളി കാണാനാവുകയില്ല. യേശു ഓരോ മനുഷ്യഹൃദയത്തിൻ്റെയും മുന്നിൽ ഒരു വ്യക്തമായ ഒരു വര വരയ്ക്കുകയാണ്. എന്നോടൊപ്പമല്ലാത്തവൻ എനിക്കെതിരാണ്, എന്നോടൊപ്പം ചേർക്കാത്തവൻ ചിതറിക്കുന്നു. നിങ്ങൾ ഒപ്പമുള്ളത് സ്വതന്ത്രനാക്കുന്ന ആ ദൈവത്തോടൊപ്പമാണ്, അതോ മനുഷ്യരെ തളച്ചിടുന്ന ഇരുണ്ട ശക്തിക്കൊപ്പമാണ്? നിങ്ങൾ ജീവിതങ്ങളെ കൃപയോടെ ഒന്നിപ്പിക്കുകയാണോ, അതോ ഭിന്നതകളിലൂടെ അവർ ചിതറിച്ച് കളയുകയാണ്? ദൈവം നമ്മോട് ഉപേക്ഷിക്കാൻ ആവശ്യപ്പെട്ട എന്തെങ്കിലും ഓർത്ത് നിങ്ങൾ ഭയപ്പെടുന്നുണ്ടോ? അതോ നിങ്ങളുടെ ദോഷവിധി വീക്ഷണത്തിന് പിന്നാലെയോ പാരമ്പര്യങ്ങളുടെ പുറകിലോ നിങ്ങൾ ഓർത്ത് നോക്കുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, ശക്തനായ ശക്തി അടുത്തു വന്നുകൊണ്ടാണ് ഊമനായ മനുഷ്യൻ സംസാരിച്ചത്. കൃത്യമായി അതേ ശക്തി ഇന്നും ഇവിടെയുണ്ട്. വെളിച്ചത്തോടുള്ള പോരാട്ടം അവസാനിപ്പിക്കൂ. നിങ്ങളുടെ ചങ്ങലകൾ അഴിഞ്ഞു വീഴട്ടെ. എല്ലാ ദിവസവും ജീവിതത്തിൽ പകർത്താൻ പറ്റിയ ഈ ലളിതവും ശക്തമായ ശീലം കൂടെ കൊണ്ടു നടക്കുക. ഞാൻ ശക്തനായ അവനോടൊപ്പം നിൽക്കും. ഓരോ ദിവസവും രാവിലെ നിങ്ങളെ സ്വതന്ത്രനാക്കുന്ന ആ ശക്തിയെ നിശബ്ദമായി തിരഞ്ഞെടുക്കുക. തിരഞ്ഞെടുപ്പ് നിങ്ങളുടെ മുന്നിലുണ്ട്.
ശക്തി ദൈവത്തിൽ നിന്നുള്ളതാണ്. അസംബന്ധങ്ങൾ അവിശ്വാസത്തിൽ നിന്നുള്ളതാണ്. അവനോടൊപ്പം നിൽക്കൂ, അവനോടൊപ്പം ചേർന്ന് നിൽക്കൂ. നിങ്ങളുടെ അനുദിന ജീവിതത്തിൽ അശാന്തമായ ശക്തി വളരുന്നത് സ്വന്തം കണ്ണുകൊണ്ട് കാണുക. അടുത്ത തവണ നമുക്ക് ഈ യാത്രാനുഭവം വീണ്ടും തുടരാം. ശ്രമിച്ചതിന് നന്ദി.